ബഷീറിൻ്റെ തേന്മാവ്. നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല. ഞാനൊരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല, സൃഷ്ടികളിൽ ഒന്നിനെയും. എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. എൻ്റെ ഭാര്യ അസ്മായ്ക്കുമുണ്ട് സ്നേഹം. അതിമഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ്. അത് ഞാൻ വിശദമാക്കാം. ഞങ്ങൾ ആ മാവിൻ ചൂട്ടിലാണ്. ധാരാളം മാങ്ങയുണ്ട്. മാവിൻ ചൂട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വിരിച്ചിരിക്കുന്നു. അതിനു ചുറ്റും 2 വരിയിൽ കല്ലുകെട്ടിച്ച് സിമൻറ്റിട്ട അതിൽ വൃത്തത്തിൽ റോസാ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നു. പല നിറങ്ങളിലുള്ള ധാരാളം പൂക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് എന്നാണ്. ഭാര്യയും മോനുമായി തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നു. ഭാര്യയും ഭർത്താവും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാമ്പഴം ചെത്തിപ്പൂളി 10-16 വയസ്സായ മകൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റിൽ കൊടുത്തയച്ചു. ഞങ്ങളത് തിന്നു. തേൻ പോലെ മധുരമുണ്ട്. മാമ്പഴം എങ്ങനെ? തേന്മാവ് തന്നെ. ഇത് നമുക്ക് തിന്നാൻ സാധിക്കുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഈ മാവ് നട്ടതാര്? ഇവിടെ നട്ടത് ഞാനും അസ്മായും കൂടി. മാവിനെ പറ്റിയുള്ള വിവരം ഞാൻ പറയാം. ഇത് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടവർ സംഭവമെല്ലാം മറന്നിട്ട് വൃക്ഷാരാധനയാക്കി തീർത്തു. ഇതിൽ ഒരു ആരാധനയുമില്ല. മഹത്തായ ഒരു പ്രവൃത്തിയുടെ ഓർമ്മയുണ്ട്. എൻ്റെ അനുജൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ഇവിടെ നിന്ന് 75 മൈൽ അകലെയുള്ള ഒരു പട്ടണത്തിലായിരുന്നു അന്ന് ഉദ്യോഗം. ഞാൻ അനുജനെ കാണാൻ പോയി. എന്നിട്ട് അനുജൻ്റെ കൂടെ താമസിച്ചു. വലിയ പട്ടണമൊന്നുമല്ല, എങ്കിലും ഞാനൊന്ന് ചുറ്റിക്കറങ്ങാനിറങ്ങി. നല്ല വേനൽക്കാലമാണ്. ചൂടുകാറ്റാണ് അടിച്ചിരുന്നത്. വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. ഞാനങ്ങനെ നടക്കുമ്പോൾ ഒരിടവഴിയിൽ ഒരു വൃക്ഷത്തണലിൽ അവശനായി ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു. താടിയും മുടിയും നീട്ടിയിട്ടുണ്ട്. ഒരു 80 വയസ്സ് തോന്നിക്കും. തീരെ അവശനായി മരിക്കാറായ മട്ടാണ്. എന്നെ കണ്ടയുടനെ അൽഹംദുലില്ലാ മക്കളെ വെള്ളം എന്ന് പറഞ്ഞു. ഞാൻ അടുത്തു കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞു. സുന്ദരിയായ യുവതി പോയി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് തന്നു. ഞാൻ അതുകൊണ്ട് നടന്നപ്പോൾ യുവതി എങ്ങോട്ടാണ് മൊന്തയും കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. വഴിയിൽ ഒരാൾ വീണ് കിടപ്പുണ്ട്. അദ്ദേഹത്തിന് കുടിക്കാനാണെന്ന് പറഞ്ഞു. യുവതിയും എൻ്റെ കൂടെ വന്നു. വെള്ളം വൃദ്ധന് കൊടുത്ത് വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു. എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു. മൊന്തയും വെള്ളവുമായി എണീറ്റ് റോഡരികിൽ വാടിത്തളർന്നു നിന്ന തൈമാവിൻ്റെ ചൂട്ടിൽ പകുതി വെള്ളം ബിസ്മില്ല ചൊല്ലി ഒഴിച്ചു. മാങ്ങ തിന്നു വഴിപോക്കർ ആരോ അണ്ടി വലിച്ചെറിഞ്ഞതാണ്. അത് കിളിർത്തു. വേര് അധികവും മണ്ണിന് മീതെ. വൃദ്ധൻ വന്നു. വൃക്ഷത്തണലിൽ ഇരുന്നിട്ട് ബാക്കി വെള്ളം വിസ്മി ചൊല്ലി കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ പേര് യൂസഫ് സിദ്ദിഖ്. വയസ്സ് 80 കഴിഞ്ഞു. ഉറ്റവരായി ആരുമില്ല. ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ 2 പേരുടെയും പേരെന്ത്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് റഷീദ്, സ്കൂൾ അധ്യാപകനാണ്. യുവതി പറഞ്ഞു, എൻ്റെ പേര് അസ്മ, സ്കൂൾ അധ്യാപികയാണ്. നമ്മളെ എല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വൃദ്ധൻ കിടന്നു. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് യൂസുഫ് സിദ്ദിഖ് മരിക്കുകയും ചെയ്തു. അസ്മയെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചെന്ന് അനുജനോട് വിവരം പറഞ്ഞു. ഒരു വാൻ കൊണ്ടുവന്ന് മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് ഖബറടക്കി. വൃദ്ധൻ്റെ സഞ്ചിയിൽ 6 രൂപയുണ്ടായിരുന്നു. ഞാനും അസ്മയും 5 രൂപ കൂടി ചേർത്ത് മിഠായി വാങ്ങിച്ച് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാൻ അസ്മയെ ഏൽപ്പിച്ചു. അസ്മയെ ഞാൻ പിന്നീട് വിവാഹം ചെയ്തു. മാവിന് അസ്മ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ വീട് പണിതു താമസമാക്കുന്നതിന് മുമ്പ് ആ തൈമാവിൻ്റെ വേര് പൊട്ടിക്കാതെ ഒരു ചാക്ക് കഷ്ണത്തിൽ മണ്ണിട്ട് ഞാനും അസ്മയും കൂടി മാവ് പറിച്ചുകെട്ടി വെള്ളമൊഴിച്ചു. 2-3 ദിവസം മാവ് അസ്മയുടെ കിടപ്പുമുറിയിൽ മൂലയിൽ ചാരി നിന്നു. അതിവിടെ കൊണ്ടുവന്നു. ഞാനും അസ്മയും കൂടി കുഴി കുത്തി ഉണക്ക ചാണകവും ചാരവും ഇട്ട് കുഴിച്ചു നിർത്തി വെള്ളമൊഴിച്ചു. പുതിയ ഇലകൾ വന്നു. ജോറായപ്പോൾ എല്ലുപൊടിയും പച്ചിലവളവും ചേർത്ത് അങ്ങനെ ആ മാവ് ഇങ്ങനെയായി. മനോഹര സംഭവം. മരിക്കുന്നതിന് മുമ്പ് മിണ്ടാൻ കഴിയാത്ത മാവിന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു. ഞാനിത് ഓർമ്മിക്കാം. ഞാൻ യാത്ര പറഞ്ഞ് നടന്നപ്പോൾ പിറകെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നിന്നു. റഷീദിൻ്റെ മകൻ 4 മാമ്പഴം ഒരു കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു. ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു. മോൻ പഠിക്കുന്നുണ്ടോ? കോളേജിൽ പഠിക്കുന്നു. പേരെന്താ? യൂസുഫ് സിദ്ദിഖ്. യൂസുഫ് സിദ്ദിഖ്? അതെ, യൂസുഫ് സിദ്ദിഖ്. സ്വർണ്ണമാല. പുരാതനമായ സ്വർണ്ണമാലയാണ്. 21 പവൻ്റേത്. ഭാര്യയുടെ കഴുത്തിൽ കിടന്നതാണ്. അത് ഭാര്യ വെള്ളം കോരുമ്പോൾ അത്യഗാധമായ കിണറ്റിൽ വീണു. വളരെ പഴയ വലിയ കിണർ. പറയത്തക്ക അരഞ്ഞാണമൊന്നുമില്ല. ധാരാളം വാവട്ടമുണ്ട്. വീടും പുരയിടവും വാങ്ങുമ്പോൾ കിണറ്റിൻ്റെ വക്കുകളിൽ കാട്ടുചെടികളുണ്ടായിരുന്നു. പടുത്തിരിക്കുന്നത് അടയ്ക്കാമാതിരിയുള്ള ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ചെടികളിൽ ഒന്നിൽ പാമ്പിൻ്റെ പടം കണ്ടു. പാമ്പ് എങ്ങനെ വന്നു? ഉടനെ സിമൻ്റ് ഇടിച്ച് വളരെ പണിപ്പെട്ട് വളരെ ആളുകളുടെ ശ്രമഫലമായി കിണർ തേവിച്ച് വൃത്തിയാക്കിയതാണ്. കിണറിന് ഒരു 300 കൊല്ലം പഴക്കം കാണും. തെളിവെള്ളം ഉച്ചസമയത്ത് വെള്ളത്തിലൂടെ അഗാധതയിൽ സ്വർണ്ണമാല മഞ്ഞരാശി പോലെ കിടക്കുന്നത് നല്ലവണ്ണം കാണാം.
ഭർത്താവ് കണ്ണടയിലൂടെ ശരിക്ക് കണ്ടു. ഭർത്താവിൻ്റെ മാതാവിൻ്റെ കഴുത്തിൽ ഭർത്താവിൻ്റെ പിതാവ് കെട്ടിയതാണ്. അത് കല്യാണത്തിന് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ അണിയിച്ചു. എന്നിട്ട് എത്ര കൊല്ലമായി, എല്ലാം ഇന്നലത്തെ പോലെ. ഇനിയിപ്പോൾ എങ്ങനെ എടുക്കും? സ്ഥിരം കിണറ്റിൽ ഇറങ്ങൽക്കാരനായ ഒരു മഹാനുണ്ട്. അദ്ദേഹം ഒരു മോഷ്ടാവാണ്. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് നടക്കും. ഹോട്ടലുകളിൽ കയറി പലഹാരങ്ങൾ കട്ടുതിന്നും. പറമ്പുകളിൽ നടന്ന് വാഴക്കുല, തേങ്ങ, ചക്ക എന്നിവ മോഷ്ടിക്കും. ധാരാളം അടിയും ഇടിയും വാങ്ങിച്ചതുകൊണ്ട് ആൾ ക്ഷയം പിടിച്ച മാതിരിയാണ്. ബ്ലേഡ് കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള കയറ് പതുക്കെ മുറിച്ചു വയ്ക്കും. കുട്ടികൾക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്ത് മുറിപ്പിക്കും. പല്ലു തയ്ക്കുകയോ കുളിക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. ദേഹമൊക്കെ ചൊറി പിടിച്ചിരിക്കുന്നു. അദ്ദേഹം ഒറ്റക്കണ്ണനാണ്. വസൂരി പിടിപ്പെട്ട് പോയതാണ് ഒരു കണ്ണ്. വസൂരി വന്ന് കിടക്കുന്ന വീട്ടിൽ കക്കാൻ പോയപ്പോൾ പേടിച്ച് പിടിപ്പെട്ടതാണെന്ന് ഐതിഹ്യം. അദ്ദേഹം വന്നു കിണർ നോക്കി. സ്വർണ്ണമാല ശരിക്ക് കണ്ടു. എന്നിട്ട് പറഞ്ഞു, കിണർ ഭയങ്കരമാണ്. ഇതുപോലുള്ള കിണർ അടുത്ത പ്രദേശത്തൊന്നുമില്ല. ഒരുപാട് താഴ്ചയുണ്ട്. ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടാണ്. വെള്ളം ഒരുപാടുണ്ട്. ഞാൻ എടുത്തു തരാം. 25 രൂപ തരണം. വൃത്തികെട്ട മനുഷ്യൻ. 25 രൂപയ്ക്ക് കിണറ്റിലിറങ്ങി മാല എടുക്കാൻ തയ്യാർ. വെള്ളത്തിലിറങ്ങിയാൽ ആരും മൂത്രം ഒഴിക്കും. ആ വെള്ളമാണ് കുടിക്കേണ്ടത്. 1 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, പോയി ചായ കുടിക്കേ, വെള്ളം കുറേ പറ്റിയിട്ട് അറിയിക്കാം. അദ്ദേഹം പോയി. ലേശം സംശയം തോന്നി. രാത്രി വന്ന് കിണറ്റിലിറങ്ങി സ്വർണ്ണമാല എടുത്തുകൊണ്ട് പോയാലോ? പക്ഷേ എങ്ങനെ ഇറങ്ങും? മീശയ്ക്ക് ഡൈ പുരട്ടി കറുപ്പിച്ചിട്ട് ഭാര്യ മുടി കറുപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവും പറഞ്ഞു, അയാൾക്ക് ഞാൻ 1 രൂപ കൊടുത്തു പറഞ്ഞയച്ചു. കിണറ്റിൽ മൂത്രം ഒഴിക്കും. ആ വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരും. ഭാര്യ പറഞ്ഞു, അയാൾ ഈ രാജ്യം വിട്ടു പോവുകയാണ്. ഭാര്യയും മറ്റും അങ്ങ് തോട്ടത്തിലാണ്. അവിടെ പണിയുണ്ട്. അയാൾ പോകുന്നു. ഇനിയിപ്പോൾ കിണറ്റിൽ ആരിറങ്ങും? കുറേ സമയം കഴിഞ്ഞ് ഭർത്താവ് പറഞ്ഞു, എടി, കിണറ്റിൽ ഞാൻ ഇറങ്ങാം. ആ അഗാധതയിലേക്കോ? വേണ്ട, പോടി. നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എത്രയോ കിണറുകളിൽ ഇറങ്ങിയിരിക്കുന്നു. തെങ്ങിൽ കയറുക, കയറ് വൃക്ഷക്കൊമ്പിൽ കെട്ടിയിട്ട് തൂങ്ങി കൈകൊണ്ട് പിടിച്ച് കയറുക. അതൊക്കെ അന്ധകാലം. ഇന്തകാലത്തിനെന്താ? പല്ലുത്തേപ്പ്, കുളി എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് ഭർത്താവ് കിണറ്റുകരയിൽ നിൽക്കുന്നു. ഭാര്യയുടെ അനുജത്തി, ഭാര്യ, സ്കൂൾ ഫൈനലിന് പഠിക്കുന്ന മോൾ, നഴ്സറി സ്കൂൾ പഠിക്കുന്ന മോൻ എന്നിവരുമുണ്ട്. ശരിക്കും മൂത്രം ഒഴിച്ച് കഴുകിയിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ പോയിട്ട് പശുവിനെ കെട്ടുന്ന ഏറ്റവും നീളം കൂടിയ കയറ് കൊണ്ടുവരൂ. എന്തിനാണ്? കിണറ്റിലിറങ്ങി നിന്റെ കെട്ടുതാലി എടുക്കാൻ. ഓർത്തിട്ട് എൻ്റെ ദേഹം വിറയ്ക്കുന്നു. വിറയ്ക്കാനൊന്നുമില്ല, എനിക്ക് പേടിയാകുന്നു, മകൾ പറഞ്ഞു. ടാറ്റ, ഇറങ്ങണ്ട. മകനും മകളും ടാറ്റ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എങ്ങനെ എടുക്കും? കുറേ കഴിഞ്ഞ്, എടി, എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാൻ ഇറങ്ങിയെടുക്കാം. ഭാര്യ പോയി നീളമുള്ള കയറ് കൊണ്ടുവന്നു. ഭർത്താവ് അതിൻ്റെ ഒരു തുമ്പ് കിണറിനടുത്തുള്ള തെങ്ങിൽ കെട്ടിയിട്ട് കയറ് കിണറ്റിലേക്ക് അതിൻ്റെ മറ്റേ തുമ്പ് വെള്ളത്തിൽ വീണ് കിടക്കുന്നു. ഭർത്താവ് തോർത്തെടുത്ത് കണ്ണട വെച്ച് കിണറ്റിൻ്റെ അരമതിൽ കയറി. ഭാര്യ ചോദിച്ചു, കണ്ണട വേണോ? കാണണ്ടേ? വേണം. ഭർത്താവ് കയറിൽ പിടിച്ച് പതുക്കെ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി. വശത്ത് ചവിട്ടി പിടിച്ച് താഴേക്കിറങ്ങി. തണുപ്പുള്ള വലിയ തുളയിലേക്ക് ഇറങ്ങുന്നത് പോലെ. വായു നിലച്ച മട്ട്. ബലത്തിൽ 2 കൈകൊണ്ടും കയറിൽ പിടിച്ച് ചവിട്ടി കിണറ്റിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടുത്തു ചെന്നു. വെള്ളം കണ്ണുനീര് പോലെ. അടിയിൽ സ്വർണ്ണമാല വെട്ടിത്തിളങ്ങുന്നു. രണ്ടും കൽപ്പിക്കാനൊന്നുമില്ല. ധൈര്യത്തോടെ പിടിവിട്ട് വെള്ളത്തിലിറങ്ങി. വെള്ളം എത്രയുണ്ടെന്ന് ഒരു ഊഹമുണ്ട്. കാലുകൾ കൊണ്ട് തുഴഞ്ഞു മുങ്ങിത്താണു. ഊഹം തെറ്റിയിരിക്കുന്നു. വെള്ളം ഊഹിച്ചതിലും ഇരട്ടിയുണ്ട്. ശ്വാസം പിടിച്ച് തുഴഞ്ഞ് പിന്നീടും താണു. അടിയിലെത്തുന്നില്ല. ശ്വാസം മുട്ടൽ പോലെ. പിന്നീടും താണു. തലയ്ക്കകത്ത് മണിമുഴക്കം പോലെ. ശ്വാസം നിന്നു പോകുമോ? ചങ്ക് പൊട്ടാൻ പോകുന്നത് പോലെ. വെള്ളത്തിനടിയിലെത്തി. മാലയുമായി പൊങ്ങി കയറിൽ പിടിച്ചു. ശ്വാസം കഴിച്ചു. ഭയങ്കരമായ കിതപ്പ്. ആകെ തളർച്ച. മാല കടിച്ചു പിടിച്ച് തോർത്ത് പിഴിഞ്ഞു തല തുവർത്തി. എന്നിട്ട് കിതപ്പോടെ പറഞ്ഞു, ബക്കറ്റ് ഇറക്ക്. ബക്കറ്റ് വന്നു. അതിൽ സ്വർണ്ണമാലയും കണ്ണടയും ഇട്ടുകൊടുത്തു. മാലയും കണ്ണടയുമായി ബക്കറ്റ് മുകളിലെത്തി. പരിഭ്രമം, തളർച്ച. ആകെ കുഴഞ്ഞു. കയറിലെ പിടി വിട്ടു പോകും. നീ ഓടിപ്പോയി നമ്മുടെ കോവണി കൊണ്ടുവരൂ. മരത്തിൽ പണിത വലിയ കോവണി ഭാര്യ കൊണ്ടുവന്ന് പതുക്കെ കിണറ്റിലേക്ക് ഇറക്കി. കോവണി മുഴുവനും കിണറ്റിലായി. അതിൻ്റെ മുകളിലത്തെ ഒരഴി മാത്രം വെള്ളത്തിൽ പൊങ്ങി നിന്നു. കയറു പിടിച്ച് ആ അഴിയിൽ കയറി നിന്നു. കാവലുകൾ വിറയ്ക്കുന്നു. സർവാംഗം വേദന. ശ്വാസം മുട്ടൽ, കിതപ്പ്. മുകളിലേക്ക് നോക്കി. ഒരു വലിയ കുഴലിൻ്റെ അകത്ത് അടിയിൽ നിൽക്കുന്നത് പോലെ. ആകാശം വളരെ ദൂരം. അരമതിലിനടുത്ത് ഭാര്യയുടെ അനുജത്തിയും ഭാര്യയും മോളും. മോൻ്റെ തല കാണാം. ആകെ പരിഭ്രമം. കയറി രക്ഷപ്പെടാൻ ഒക്കുകയില്ല. മുകളിലേക്ക് കയറാൻ സാധ്യമല്ല. രക്ഷയില്ലെന്ന് മനസ്സ് സമ്മതിച്ചു. മിനിറ്റുകൾ നീങ്ങുകയാണ്. മണിക്കൂറുകൾ പതുക്കെ കഴിയും. സന്ധ്യയാവും. രാത്രി വരും. രാത്രി കിണറ്റിനുള്ളിൽ എങ്ങനെ കഴിയും? വിറച്ച് വെള്ളത്തിൽ വീഴും. അവസാനം അടുത്തുപോയി. മരിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു. മരണം. എടി, പതുക്കെ വിളിച്ചു. എനിക്ക് കയറാൻ വയ്യ. തളർന്നു പോയി. ഭാര്യയും മകളും നിലവിളിച്ചു. അത് കേട്ട് മകനും കരഞ്ഞു. ഭാര്യയുടെ അനുജത്തിയും കരഞ്ഞു. ആരെങ്കിലും വിളിപ്പിച്ചാലോ? ആരെ വിളിപ്പിക്കും? അയൽപ്പക്കങ്ങളിൽ മനുഷ്യരുണ്ട്. അവർ വന്ന് എങ്ങനെ കര കയറ്റും? അവർ വരുന്നതുവരെ പിടിവിടാതെ നിൽക്കാൻ കഴിയുമോ?
ആകെ വിറയലുണ്ട്. വീണേക്കുമോ? ജീവിതത്തിൽ ഇതുപോലെ അപകടത്തിൽപ്പെട്ട ഘട്ടമുണ്ടോ? പണ്ട് യുവാവായിരുന്ന കാലത്ത് രാജ്യസഞ്ചാരിയായിരുന്നു. കീഴ്ക്കാൻ തൂക്കായ മലകളിൽ കയറിയിട്ടുണ്ട്. അപകടം പിടിച്ച ഗുഹകളിൽ കയറിയിട്ടുണ്ട്. മലവെള്ളത്തിൽ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. മൈസൂർ രാജ്യം മൈസൂരിൽ എവിടെയാണ്? ചിക്ബല്ലാപൂർ, ഹാസൻ, ഷീകുമ എവിടെയോ. പട്ടണത്തിൽ നിന്ന് 2-3 മൈൽ അകലെ ഏകാന്തമായ ഒരു കുന്ന്. അത് മുഴുവനും ഉണ്ടയായ ഒരു പാറക്കെട്ടാണ്. ബ്രഹ്മാണ്ഡമായ ഒരു കറുത്ത മൂട്ട. ആകാശമുട്ടെ അതിൻ്റെ ഉച്ചയിലൊരു ചെറിയ ക്ഷേത്രം. ആ ക്ഷേത്രം കാണാൻ കുന്നിന് മുകളിൽ കയറി. തനിച്ച്. ഉച്ചതിരിഞ്ഞ സമയമാണ്. മുകളിലേക്ക് കയറാൻ താഴെ നിന്ന് പള്ളയിൽ ചവിട്ടുപടികൾ കൊത്തിയിട്ടുണ്ട്. അതിലെ വളഞ്ഞു പൊളഞ്ഞു കയറി. മുകളിൽ ചെന്നപ്പോൾ നല്ല ഉണ്ടയായ കുന്നാണ്. ചുറ്റും ആനയുടെ പള്ള പോലെ ഉച്ചിയിൽ ക്ഷേത്രം. അവിടെ പൂജ എപ്പോഴാണോ? ചുറ്റും വളരെ ദൂരം വരെ കാണാം. ഒരിടത്തും ഒരു മനുഷ്യനെയും കാണുന്നില്ല. ദൂരെ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരുപാട് കുളങ്ങൾ. കുറേ സമയം കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പടവുകൾ കാണുന്നില്ല. പടവുകൾ എവിടെ? കറുത്ത ഉണ്ടയുടെ പള്ളയ്ക്കാണ് പടവുകൾ. എങ്ങും നോക്കി ശൂന്യം. എപ്പോഴെങ്കിലും പൂജയ്ക്ക് ആൾ വരുമ്പോൾ ഇറങ്ങാം. വന്നില്ലെങ്കിലോ? ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഒന്നുകൂടെ നോക്കിയപ്പോൾ ഭാഗ്യം, പടവുകൾ കണ്ടു. സന്തോഷത്തോടെ ഇറങ്ങി താഴെ വന്നു. അതുപോലെയല്ല ഇത്. താഴ്ചയുള്ള കിണറാണ്. കിണറിൻ്റെ അകത്ത് അടിയിലാണ്. മരണം തൊട്ടടുത്ത് വന്നിരിക്കുന്നു. അല്ല, മരണം എപ്പോഴും തൊട്ടടുത്ത് തന്നെയുണ്ട്. പരിഭ്രമം അധികരിക്കുകയാണ്. വായിൽ വെള്ളമില്ല. കുനിഞ്ഞ് ഒരു കൈ വെള്ളം കോരി കുടിച്ചു. ഒരു സത്യം ബോധ്യമായി. വയസ്സായി. വൃദ്ധനാണ്. യുവാവല്ല. ദൈവമേ, രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരൂ. മുകളിൽ നിന്ന് കരഞ്ഞുകൊണ്ടു ഭാര്യ. ഒന്നിങ്ങോട്ട് കയറി വന്നേ. ദൈവമേ. ബുദ്ധി ഏറ്റെടുത്തു. പിന്നെ സംഭവിച്ചതൊന്നും ആലോചനയോടെയല്ല. താനെ കയറിൻ്റെ തുമ്പെടുത്ത് കോവണിയുടെ അഴിയിൽ കെട്ടി. എന്നിട്ട് 2 കൈകൊണ്ടും കയറിൽ പിടിച്ചു. ചവിട്ടി അങ്ങ് കയറി. കിണറ്റിൻ്റെ മുകളിൽ ചെന്ന് അരമതിലിൽ കയറി ഇറങ്ങി വിറച്ചുകൊണ്ട് ഭാര്യയെയും മക്കളെയും ചുംബിച്ചിട്ട് കോവണി വലിച്ചുയർത്തി കിണറ്റിന് വെളിയിൽ ഇട്ടിട്ട് കിതച്ച് തളർന്ന് കിണറ്റിൻ്റെ അരമതിലിൽ ചാരി ഇരുന്നു കൊണ്ട് ഭാര്യയോട് പറഞ്ഞു, സിഗരറ്റ്. ഭാര്യ സിഗരറ്റ് എടുത്ത് കത്തിച്ചു കൊടുത്തു. ഒരു പുക വലിച്ചൂതി നോക്കുമ്പോൾ ഇടതുകാലിലെ 3-ാമത്തെ വിരൽ ഉരഞ്ഞു നീറുന്നുണ്ട്. കിണറ്റിൽ ഇറങ്ങുന്ന വൃത്തികെട്ട യോഗിനോട് പറഞ്ഞു, മാല എടുത്തു. ആരിറങ്ങി? ഞാൻ തന്നെ. ഇന്ന് ഞാൻ ഈ രാജ്യത്ത് നിന്ന് പോകുകയാണ്. തിരിച്ചു വരില്ല. ഭാര്യയും കുട്ടികളും തോട്ടത്തിലാണ്. അവിടെ എനിക്ക് പണി കിട്ടും. പോട്ടെ. 1/2 രൂപ താ. 1/2 രൂപ കൊടുത്തു. ദിവസങ്ങൾ നീങ്ങി. സംഭവവികാസങ്ങൾ വേറെ വരുന്നു. കിണറ്റിൽ ഇറങ്ങിയതിൻ്റെ അനന്തരഫലങ്ങൾ. ഒരു ദിവസം ഭാര്യ ചായ കൊണ്ടുവന്ന് വച്ചു. കുടിച്ചു നോക്കി. നല്ല കടുപ്പമുണ്ട്. മധുരം തീരെയില്ല. പഞ്ചസാര അശേഷം ഇട്ടിട്ടില്ല. കയ്പൻ ചായ ഒറ്റ വലിക്ക് കുടിച്ചു. ചായ കുടിച്ച മട്ടില്ല. ഭാര്യ പറഞ്ഞു, എത്ര പഞ്ചസാരയാണ് ദിവസവും അകത്താക്കുന്നത്? തീരെ കുറഞ്ഞത് 30 ഗ്ലാസ് ചായ കൂട്ടിക്കോ. ദിവസത്തിൽ 1 കിലോയുടെ അടുത്ത് പഞ്ചസാര. സ്വന്തം ആവശ്യത്തിന് വേണം. ഞങ്ങൾ കാപ്പിക്ക് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇനി ചായക്ക് പഞ്ചസാര വേണ്ട. ഞാൻ പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചു. ഫലം പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പോരെ പഞ്ചസാര വർജിക്കാൻ? എനിക്കറിയാം, ശരീരത്തിൽ പഞ്ചസാര കാണുമോ? ആകെ ഒരു വിഷമം. ഇതിനെല്ലാം കാരണം ഒരു വ്രണമാണ്. കിണറ്റിൽ നിന്ന് കയറിയപ്പോൾ വിരലുരിഞ്ഞത്. ഇടതുകാലിൻ്റെ നടുവിരലിൻ്റെ വശം. കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല വേദന. പഴുത്തു പൊട്ടിയ ഒരു വ്രണം. ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം സ്നേഹത്തോടെ നല്ലവണ്ണം ഞെക്കി വേദനിപ്പിച്ച് പഴുപ്പ് കളഞ്ഞു. എന്നിട്ട് മിന്നുന്ന വളഞ്ഞ കത്രികയുടെ തുമ്പത്ത് ശകലം പഞ്ഞിയെടുത്ത് അത് കുപ്പിയിലുള്ള വെള്ളം മാതിരി ദ്രാവകത്തിൽ മുക്കിയിട്ട് വ്രണമുഖത്ത് അമർത്തി ഉരസി. വേദന കൊണ്ട് പുളഞ്ഞു. 3-4 പ്രാവശ്യം പഞ്ഞി മുക്കി കഴുകി വ്രണം ശരിക്കും വൃത്തിയാക്കി. ഒരു പൊടി വ്രണമുഖത്ത് കുടഞ്ഞ് നല്ലവണ്ണം തുണി കഷ്ണം വെച്ച് കെട്ടി. നനയ്ക്കരുത്. എന്നിട്ട് കുറേ ഗുളികകൾ തന്നു. 10-16 ദിവസം ഇടവഴിയിലെ വെള്ളത്തിലൂടെ ഒക്കിച്ചെന്ന് വ്രണം കഴുകിക്കട്ടലും ഗുളിക വിഴുങ്ങലും. എന്നിട്ടും വ്രണം വലുതായി വരുന്നു. പഴുപ്പധികമാണ്. വ്രണം എന്തുകൊണ്ട് ഉണങ്ങുന്നില്ല? മൂത്രം കൊണ്ടുവരണം. പഞ്ചസാരയുണ്ടോ എന്ന് നോക്കാം, ഡോക്ടർ പറഞ്ഞു. പരിഭ്രമമായി. ഡോക്ടർ, പഞ്ചസാരയുണ്ടെങ്കിൽ? ധാന്യവർഗ്ഗങ്ങൾ ഉപയോഗിക്കരുത്. ചോറുണ്ണാൻ വയ്യ. മധുരം വർജിക്കണം. ചായ, കോഫി എന്നിവകളിൽ പഞ്ചസാര പാടില്ല. പഴങ്ങളൊന്നും ഉപയോഗിക്കരുത്. കൊഴുപ്പ് കുറയ്ക്കണം. ദൈവമേ, ജീവിതത്തിലെ സുഖം. ഇനി എന്തു ചെയ്യും? കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഇങ്ങനെ. പഞ്ചസാര കാണും. വയസ്സും കുറേയായി. അതാണ് കിണറ്റിൽ കിടന്ന് തളർന്നത്. ഒരു ചെറിയ കുപ്പിയിൽ മൂത്രവുമായി ഭാര്യ മുമ്പേ. സ്വർണ്ണമാല കഴുത്തിൽ കിടന്ന് തിളങ്ങുന്നു. എത്ര ചരിത്രമുള്ള സ്വർണ്ണമാല. മൂത്രം വാങ്ങിയിട്ട് കമ്പൗണ്ടർ പറഞ്ഞു, റിസൾട്ട് നാളെ പറയാം. 10 മണിക്ക് ഭാര്യ വരട്ടെ. ബെനഡിക്ട് സൊല്യൂഷൻ ഇവിടെ തീർന്നു. നഗരത്തിൽ നിന്ന് കൊണ്ടുവരണം. ഡ്രസ്സ് ചെയ്യിച്ച് ഭർത്താവും ഭാര്യയും പോന്നു. ഭർത്താവ് രാത്രി ഉറങ്ങിയില്ല. എന്തായിരിക്കും ഫലം? ജീവിതം ഒരതിർത്തിയിൽ വന്നു നിൽക്കുന്നു. ഇനിയുള്ള ജീവിതം? കിണറ്റിനുള്ളിലെ സംഭവം ഓർത്തു. എന്തുകൊണ്ടും ജീവിതത്തിന് ഇതുവരെ സുഖമായിരുന്നു. എന്തും തിന്നാമായിരുന്നു. എന്തും കുടിക്കാമായിരുന്നു. മധുരമുള്ളതും കൊഴുപ്പുള്ളതും വർജിക്കണം. രസമില്ലാത്ത ജീവിതം. വരും പോലെ വരട്ടെ. നോക്കാം. അതാണല്ലോ ജീവിത നിയമം. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് റിസൾട്ട് അറിയാൻ ഭാര്യ പോയി. ഭർത്താവ് വിഷണ്ണനായി കാത്തിരുന്നു. വ്രണത്തിലെ കെട്ടഴിച്ചു നോക്കി. വ്രണം ഉണങ്ങി വരുന്നതായി തോന്നലാണോ?
ഭാര്യ വന്ന് പറഞ്ഞു. റിസൾട്ട് അറിഞ്ഞു. നിറയെ പഞ്ചസാരയാണ്. മനസ്സു മരിച്ചു, ശരീരവും മരിച്ചു തുടങ്ങി. ഇനി ഭാര്യ കുറെ കഴിഞ്ഞ് ഭവ്യതയോടെ ചായ കൊടുത്തു. ഭർത്താവ് കുടിച്ചു നോക്കി. അത്ഭുതം. A1 ചായ, ഗുളുകുളാ മധുരം. ഇതെന്താ പഞ്ചസാര ഇട്ടത്? ഭാര്യ ചിരിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതാ. റിസൾട്ട് അറിഞ്ഞു. പഞ്ചസാര തീരെയില്ല. ദൈവത്തിന് സ്തുതി. എങ്കിലും ഹമ്പടി. സന്തോഷത്തോടെ നോക്കുമ്പോൾ ഞെട്ടലോടെ കണ്ടു ഭാര്യയുടെ കഴുത്തിൽ സ്വർണ്ണമാലയില്ല. എവിടെ പോയി? നേരെ ചൊവ്വെ ചെന്ന് കിണറ്റിൽ നോക്കി. സന്തോഷം. കിണറ്റിനകത്ത് അത്യഗാധതയിൽ തെളിഞ്ഞ വെള്ളത്തിനടിയിൽ മഞ്ഞ രാശിപ്പോടെ കുശാലായി തിളങ്ങിക്കൊണ്ട് കിടക്കുന്നു സ്വർണ്ണമാല. മംഗളം.